ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്വിക്ക് ലേൺ PSC. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളാണ്. അപ്പോൾ LPSA UPSA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇത്, മൗലിക കടമകൾ എന്നുള്ള പോർഷൻ. അധികമൊന്നുമില്ല, കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. അപ്പോൾ അത് പ്രീവിയസ് ഇയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മൗലിക കടമകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ഏത് ഭാഗത്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് തുടങ്ങി വേണം പഠിച്ചു തുടങ്ങാൻ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം 4A ആണ്. അതുപോലെ തന്നെ ഏത് ആർട്ടിക്കിളാണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 51A ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കുക, ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ട സമയത്ത് അതിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ കൂട്ടിച്ചേർത്തത് നമ്മൾ മറ്റൊരിടത്തു നിന്ന് കടമെടുത്തിട്ടാണ്. അത് എവിടെ നിന്നാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR എന്ന് പറയുന്ന കാര്യം, ഇവിടെ നിന്നാണ് നമ്മൾ മൗലിക കടമകൾ എന്ന് പറയുന്നതും കൂടി നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഓപ്ഷനിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ആകരുത്. USSR, സോവിയറ്റ് യൂണിയൻ, റഷ്യ എന്നൊക്കെ പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്നാണ് ഈ പറയുന്ന മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഈ മൗലിക കടമകളും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഉൾപ്പെടുത്തിയ വർഷമാണ് 1976 എന്ന് പറയുന്നത്. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ആ ഒരു ശുപാർശ പ്രകാരം റഷ്യയിൽ നിന്നും കടമെടുത്ത് 1976 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. എന്നാൽ 1977 ജനുവരി 3 മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത്. അതായത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വർഷം കൂടി എടുത്തു മൗലിക കടമകൾ പ്രാബല്യത്തിൽ വരാൻ. നമ്മൾ പറഞ്ഞിരുന്നു തന്നെ മൗലിക കടമകൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ കടമെടുത്തതാണ്, നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കടമെടുത്തിട്ടാണെങ്കിലും ഒരു കാര്യം കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഒരു ഭേദഗതി വരും. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ആ 42ാം ഭേദഗതി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക കടമകൾ എന്ന് പറയുന്ന കാര്യം കൂടി ഉൾപ്പെടുത്തിയത്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ മറന്നു പോകരുത്. ഇന്ദിരാഗാന്ധിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി നടക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് പ്രസിഡന്റ്. ഇനി നമ്മൾ കടമെടുത്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ അതിൽ പ്രധാനമായും 10 മൗലിക കടമകളെ പറ്റി മാത്രമേ പ്രതിപാദിച്ചിരുന്നുള്ളൂ. 10 മൗലിക കടമകളാണ് ആ സമയത്ത് ആദ്യമായി ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലിപ്പോൾ 11 മൗലിക കടമകളാണ് ഉള്ളത്. അതായത് ആദ്യത്തേതിനേക്കാളും ഒന്നുകൂടി അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നു. ആ 11ാമതായി വന്നിരിക്കുന്ന മൗലിക കടമ ഏതാണ്, ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അത് നിലവിൽ വന്നത് എന്നുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക. 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ 10 മൗലിക കടമകളുടെ കൂടെ ഒരാളും കൂടി ചേർന്ന് 11 മൗലിക കടമകളായി മാറിയത്. അപ്പോൾ നിലവിലിപ്പം 11 എണ്ണം ഉണ്ട്. ആ 11ാമത്തെ മൗലിക കടമ ഇതാണ്: 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പാക്കുക. ഇതാണ് ആ 11ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത്. ഈ 11ാമത്തെ മൗലിക കടമ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് 51A എന്നുള്ളത്. ആർട്ടിക്കിൾ 51A എന്താണെന്ന് നമ്മൾ കണ്ടു. അതിലാണ് മൗലിക കടമകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A എന്ന് പറയുമ്പോൾ അതിനകത്താണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന മൗലിക കടമയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ടെണ്ണം തമ്മിൽ മാറിപ്പോകരുത്. അതുപോലെ തന്നെ ഞാൻ ഓർമ്മത്തിനും കൂടെ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 51AG എന്ന് പറയുന്ന ആർട്ടിക്കിൾ,
അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന കാര്യം മൗലിക കടമയാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A(G) എന്ന് പറയുന്നത്. അപ്പം G എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രീൻ എന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കുക. പച്ചപ്പ്, പരിസ്ഥിതിയിൽ പച്ചപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തെങ്ങനെയെങ്കിലും ഓർത്തിരിക്കുക. അപ്പോൾ ഈ 2 ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്. 51A(K) എന്ന് പറയുന്നതും 51A(G) എന്ന് പറയുന്നത് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടവയാണ്. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, മൗലിക കടമകൾ എന്ന് പറയുന്നത് നമുക്ക് കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൗലിക കടമകൾ. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, പക്ഷെ നമ്മൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പം രൂപപ്പെട്ട സമയത്ത് ഭരണഘടന രൂപപ്പെട്ട സമയത്ത് മൗലിക കടമകൾ അതിനകത്തില്ല, പിന്നീട് കൂട്ടിച്ചേർത്തു. എവിടുന്ന്? റഷ്യയിൽ നിന്നാണ് നമ്മളത് എടുത്ത് നമ്മുടെ ഭരണഘടനയിൽ വെച്ചത്. അപ്പോൾ 1976 ഇത് നിലവിൽ വന്നത്. അതുപോലെ തന്നെ 11 മൗലിക കടമകളാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം 10 ഉണ്ടായിരുന്നുള്ളൂ. 11ാമതായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പാകുന്നത്. അതുപോലെ തന്നെ 42ാം ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം, ലൈക്ക് ചെയ്യണം. താങ്ക്